1968 സ്റ്റാൻലി കുബ്രിക്കിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കൾട്ട് ക്ലാസിക് സൈഫൈ മൂവിയാണ് 2001 എ സ്പേസ് ഒഡിസി. ഇന്ന് നമ്മൾ കാണുന്ന പല സ്പേസ് മൂവികളും ഉണ്ടായിരിക്കുന്നത് കുബ്രിക്കിൻ്റെ ഈ മൂവിയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ്. ടെക്നോളജി വളർന്നു വരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം സ്പേസ് എക്സ്പ്ലോറേഷനെക്കുറിച്ചും AI ടെക്നോളജിയെക്കുറിച്ചും വയർലെസ് കമ്മ്യൂണിക്കേഷനെ പറ്റിയും ഈ സിനിമയിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുമ്പ് ചന്ദ്രനിൽ നിന്നുള്ള ഭൂമിയുടെ ചിത്രം ദൃശ്യവൽക്കരിച്ച വ്യക്തിയാണ് സ്റ്റാൻലി കുബ്രിക്ക്. ഈ സിനിമ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നത് വളരെയധികം ടാസ്ക് നിറഞ്ഞൊരു ജോബാണ്. കാരണം നാസയിൽ വർക്ക് ചെയ്തിരുന്ന 30ഓളം സയൻറ്റിസ്റ്റുകളുടെ ഹെൽപ്പോടു കൂടിയാണ് അദ്ദേഹം ഈ സിനിമ നിർമ്മിച്ചത്. ഒരുപാട് സയൻറ്റിഫിക് ലേയേഴ്സ് ഈ സിനിമയിലുണ്ട്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 2001 സ്പേസ് ഒഡിസി എന്ന സിനിമയുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പല വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂമിയെ കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. ബിഗ് ബാങ്ങിന് ശേഷം ഇവോൾവ് ആയിരിക്കുന്ന നമ്മുടെ ഭൂമിയിൽ അബയോജെനസിസ് ഒക്കെ സംഭവിച്ച് ജീവൻ്റെ കണിക ഉണ്ടായിരിക്കുന്നു. മനുഷ്യനും മൃഗങ്ങളും പല ഘട്ടത്തിൽ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കയിലെ ഒരു മലമ്പ്രദേശത്ത് ആഹാരം തേടി നടക്കുന്ന പന്നികളുടെ പൂർവികരെയും അതുപോലെ മനുഷ്യന്മാരുടെ പൂർവികരായ ഏപ്സിനെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തുടർച്ചയായി പ്രകൃതിയിലുണ്ടായ മാറ്റം അല്ലെങ്കിൽ ജൈവ പരിണാമം മൃഗങ്ങളുടെ നിലനിൽപ്പിനെ സാരമായി ബാധിച്ചിരിക്കുന്നു. വരണ്ട കാലാവസ്ഥ മൂലം മൃഗങ്ങളൊക്കെ മരിച്ചു വീഴുകയാണ്. നദികളൊക്കെ വറ്റി വരണ്ടു പോയിരിക്കുന്നു. മരിച്ചുപോയ മൃഗങ്ങളുടെ അസ്ഥികൾ പലയിടത്തായി ചിന്നിച്ചിതറി കിടക്കുന്നു. അങ്ങനെയിരിക്കെ കുറേ ഏപ്സുകൾ വെള്ളം കുടിക്കാനായി ഒരു കുളത്തിൻ്റെ അരികിലേക്ക് വരുന്നു. അവർ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു മങ്കി ഗ്രൂപ്പ് ഇവിടേക്ക് വരികയും നേരത്തെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന കുരങ്ങന്മാരെ ശബ്ദമുണ്ടാക്കി ഇവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. സത്യത്തിൽ സംവിധായകൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് തിയറി ഓഫ് എവല്യൂഷനിലെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അഥവാ നിലനിൽപ്പിനായുള്ള സമരത്തെയാണ് മെറ്റാഫറൈസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട് പേടിച്ച ആദ്യത്തെ കുരങ്ങന്മാർ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവർ വെള്ളം പോലും കുടിക്കാതെ വിഷമത്തോടെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ രാവിലെയാകുന്നു. ഇവർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവരുടെ മുമ്പിലായി റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു വസ്തു ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു വസ്തു ഇവർ ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു. ഇതിൻ്റെ പേരാണ് ഏലിയൻ മോണോലിത്ത്. ഉടൻ തന്നെ ഈ കുരങ്ങന്മാരെല്ലാം ഈ മോണോലിത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. ആദ്യം ഇവർ ഇതിനെ കണ്ട് ഭയന്നെങ്കിലും പിന്നീട് ഈ മോണോലിത്തിനെ പോയി ഇവർ തൊടുന്നു. ഈ മോണോലിത്തിനെ തൊട്ടപ്പോൾ മുതൽ ഈ കുരങ്ങന്മാർ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഇവർ ആഹാരം അന്വേഷിച്ച് പോകുമ്പോൾ സ്ഥിരമായി അവിടെ കാണുന്ന ആ എല്ലുകളെ ഇവർ പ്രത്യേകതര രീതിയിൽ നോക്കിക്കാണാൻ തുടങ്ങുന്നു. ഈ ഓരോ അസ്ഥിയും ഇവർ സെപ്പറേറ്റായി എടുത്തു നോക്കുന്നു. ആ മരിച്ചുപോയ മൃഗത്തിൻ്റെ തുടയിലെടുത്ത് മറ്റ് അസ്ഥികൾ ഈ കുരങ്ങ് അടിച്ചു പൊട്ടിക്കുന്നു. അതായത് ഇതൊരു ആയുധമാക്കി ഉപയോഗിക്കാമെന്ന യുക്തിചിന്ത ഇവർക്ക് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഈ മങ്കി ഗ്രൂപ്പ് ഈ ബോൺസ് ആയുധമാക്കി മറ്റ് കുരങ്ങന്മാരെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ മറ്റേ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു മങ്കിയെ ഇവർ ഈ ബോൺ ഉപയോഗിച്ച് അടിച്ചു കൊല്ലുന്നു. സത്യത്തിൽ ഈ ഏലിയൻ മോണോലിത്ത് ഇവിടെ ഒരു ഗ്രേറ്റ് ഫിൽട്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ മോണോലിത്തിൽ ടച്ച് ചെയ്തപ്പോൾ ഈ ഏപ്സിൻ്റെ IQ ലെവൽ ഇൻക്രീസ് ആവാൻ തുടങ്ങി. ഈ മോണോലിത്തിനെ ഇവർ ഭയക്കുകയായിരുന്നെങ്കിൽ ഇവർ ഇതിനെ ടച്ച് ചെയ്യുകയുമില്ല, ഇവരുടെ ബുദ്ധി വികസിക്കുകയുമില്ല. ഇപ്പോൾ ഇതിലെ ഒരു മങ്കി ഈ ബോൺ വലിച്ച് മുകളിലേക്ക് എറിയുന്നു. അങ്ങനെ അത് മാച്ച് കട്ട് ചെയ്ത് ഒരു സ്പേസ് ക്രാഫ്റ്റായി മാറുന്നു. അതായത് ഹ്യൂമൻ എവല്യൂഷനിൽ വലിയൊരു പങ്ക് വഹിച്ചത് ഈ മോണോലിത്താണ്. ഇപ്പോൾ വർഷം 2021. മനുഷ്യൻ ടെക്നോളജിപരമായി വളരെയധികം ഇവോൾവ് ആയിരിക്കുന്നു. ഇന്റർപ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ ഒക്കെ നടത്തി വരികയാണ്. ഇപ്പോൾ ചന്ദ്രനിൽ പല ബേസുകളും സ്ഥാപിച്ച് അവിടെ എക്സ്പെരിമെൻ്റ് ചെയ്തു വരികയാണ് ശാസ്ത്രജ്ഞർ. അമേരിക്കയുടെ സഹായത്തോടെ പല രാജ്യങ്ങളിലുള്ളവർ ചന്ദ്രനിൽ പോയി പരീക്ഷണങ്ങൾ നടത്തി വരികയാണ്. മാത്രമല്ല ഭൂമിയെ ചുറ്റിക്കൊണ്ട് സ്പേസ് സ്റ്റേഷൻ വരെ സയൻറ്റിസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭൂമിയിൽ നിന്നും അതുപോലെ സ്പേസ് സ്റ്റേഷനിൽ നിന്നും അയക്കുന്ന ഒരു സിഗ്നലും ചന്ദ്രനിലേക്ക് എത്തുന്നില്ല. മാത്രമല്ല ചന്ദ്രനിലെ സയൻറ്റിസ്റ്റുകൾ ഈ സിഗ്നലിനോട് റെസ്പോണ്ട് ചെയ്യുന്നുമില്ല. ഇതിന് കാരണം എന്തെന്നാൽ മൂണിൽ ഒരു പ്രത്യേകതരം വൈറസ് സ്പ്രെഡായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ളവർ ചന്ദ്രനിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇങ്ങനൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ഇതറിഞ്ഞ നാഷണൽ കൗൺസിൽ ആസ്ട്രോണറ്റായ ഡോക്ടർ ഫ്ലോയിഡ് ചന്ദ്രനിലേക്ക് വരുന്നു. ഉടൻ തന്നെ അവിടെയുള്ള സയൻറ്റിസ്റ്റുകളുമായി അദ്ദേഹം ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ഫാമിലിയെ വിട്ട് ഇവിടെ താമസിച്ച് വരികയായിരുന്നു. നിങ്ങൾ വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഈ മൂണിൽ വൈറസ് ഒന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല. അമേരിക്ക മൂണിൽ എന്തോ ഒരു വസ്തു കണ്ടുപിടിച്ചിരിക്കുന്നു. അത് മറ്റ് രാജ്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൂണിൽ ഒരു വൈറസ് സ്പ്രെഡ് ആയിരിക്കുന്നു എന്ന ഫേക്ക് ന്യൂസ് ഇവർ റിലീസ് ചെയ്തത്. ഇപ്പോൾ ഡോക്ടർ ഫ്ലോയിഡും കുറേ സയൻറ്റിസ്റ്റുകളും ചേർന്ന് ഇവർ കണ്ടുപിടിച്ച ആ വസ്തുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് വേറെ ഒന്നുമല്ലായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ആ ഏലിയൻ മോണോലിത്ത് ചന്ദ്രനിൽ
ചന്ദ്രനിലെ ഒരു ഡാർക്ക് കോർണറിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ചന്ദ്രനിൽ നിന്ന് ഏകദേശം 40 അടി താഴ്ചയിലാണ് ഇവർ ഈ മോണോലിത്ത് കണ്ടത്. ഇവിടെ നിന്ന് എന്തോ സിഗ്നൽ വരുന്ന കണ്ട സയൻറ്റിസ്റ്റുകൾ ഇവിടെ കുടിച്ചു നോക്കിയപ്പോഴാണ് അവർ ഈ ഏലിയൻ മോണോലിത്ത് കണ്ടത്. ഇപ്പോൾ ഡോക്ടർ ഫ്ലോയിഡ് ഈ മോണോലിത്തിനെ പോയി ടച്ച് ചെയ്യുന്നു. എന്നിട്ട് ബാക്കിയുള്ള സയൻറ്റിസ്റ്റുകളോട് പറയുന്നു, വരൂ നമുക്കെല്ലാവർക്കും ചേർന്നൊരു ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഈ മോണോലിത്തിൽ നിന്ന് ഭയങ്കരമായൊരു ശബ്ദം പുറത്തേക്ക് വരുന്നു. ഇത് കേട്ട ഫ്ലോയിഡും സംഘവും ഇവിടെ നിന്ന് പോകുന്നു. അങ്ങനെ 18 മാസം കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ളവർക്ക് ഈ മോണോലിത്തിനെ പറ്റിയുള്ള ഒരു വിവരം പോലും അമേരിക്ക പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോൾ ജൂപ്പിറ്ററിനെ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ഷിപ്പ് അവിടേക്ക് പോവുകയാണ്. ഈ സ്പേസ് ഷിപ്പിൻ്റെ പേരാണ് ഡിസ്കവറി 1. ഈ സ്പേസ് ഷിപ്പിനുള്ളിൽ 2 സയൻറ്റിസ്റ്റുകളുണ്ട്. ഇവരുടെ പേരാണ് ഫ്രാങ്കും അതുപോലെ ഡേവിഡും. ഇവരെ കൂടാതെ വേറെ 3 സയൻറ്റിസ്റ്റുകൾ കൂടി ഈ സ്പേസ് ഷിപ്പിലുണ്ട്. അവരിപ്പോൾ ഹൈബർനേഷൻ ചേംബറിൽ ഉറങ്ങുകയാണ്. ഈ സ്പേസ് ഷിപ്പ് എപ്പോൾ ജൂപ്പിറ്ററിലെത്തുന്നോ അപ്പോൾ ഇവർ ഉണരും. ഈ സ്പേസ് ഷിപ്പ് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടറാണ്. അതിൻ്റെ പേരാണ് HAL 9000. ഇത് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബുദ്ധിയുള്ള ഒരു AI കമ്പ്യൂട്ടറാണ്. ഇതിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ വളരെയധികം ആക്യുറേറ്റ് ആണ്. ഈ AI കമ്പ്യൂട്ടറാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്രാങ്കിൻ്റെ പേരൻസിൻ്റെ അടുത്ത് നിന്നും ഒരു വീഡിയോ മെസ്സേജ് വരുന്നു. അതിൽ ഫ്രാങ്കിൻ്റെ പേരൻസ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. അതായത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ഈ AI കമ്പ്യൂട്ടർ ഭൂമിയിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻസൊക്കെ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതേസമയം ഡേവിഡ് ഹൈബർനേഷൻ ചേംബറിൽ ഉറങ്ങുന്നവരുടെ ചിത്രം വരയ്ക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് ആ AI കമ്പ്യൂട്ടറുമായി സംസാരിക്കുകയാണ്. താൻ വരച്ച ചിത്രങ്ങൾ HAL 9000 എന്ന AI കമ്പ്യൂട്ടറിനെ കാണിക്കുന്നു ഡേവിഡ്. പെട്ടെന്ന് ഈ AI കമ്പ്യൂട്ടർ ഇവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. AI-35 യൂണിറ്റിൽ ഇരിക്കുന്ന ഒരു ആൻറ്റിന വർക്ക് ചെയ്യുന്നില്ല. 72 മണിക്കൂറിനുള്ളിൽ ഇത് മൊത്തമായി ഫെയിലാകും. അങ്ങനെ ഡേവിഡ് സ്പേസ് സ്യൂട്ട് ധരിച്ച് സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങി ആ ആൻറ്റിനയുടെ അടുത്തെത്തി മദർ ബോർഡ് എടുത്തുകൊണ്ട് സ്പേസ് ഷിപ്പിൽ വരുന്നു. എന്നിട്ട് അത് ചെക്ക് ചെയ്യുമ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. ഈ വിവരം HAL 9000 എന്ന AI കമ്പ്യൂട്ടറിനോട് ഇവർ പറയുന്നു. പക്ഷേ അതിന് പ്രോബ്ലം ഉണ്ടെന്ന് HAL പറയുന്നു. ഇപ്പോൾ ഫ്രാങ്കും ഡേവിഡും എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ്. അവർ കുറച്ചു നേരം തനിയെ സംസാരിക്കുന്നു. എന്നിട്ട് സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്തു പോകുന്ന സ്പേസ് പാഡിൽ കയറിയിട്ട് ഈ AI കമ്പ്യൂട്ടർ ഡിസ്കണക്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോൾ HAL 9000 എന്ന് പറയുന്ന ഈ AI കമ്പ്യൂട്ടർക്ക് ഇവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇവരെ കാണാൻ കഴിയുന്നുണ്ട്. ഇവർ അകത്തിരുന്ന് ഇത് ഡിസ്കണക്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. ഞാൻ ഈ മദർ ബോർഡ് ഈ ആൻറ്റിനയിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. 72 മണിക്കൂർ കഴിഞ്ഞ് ഇത് ഡിസേബിൾ ആയില്ലെങ്കിൽ നമുക്ക് ഈ AI കമ്പ്യൂട്ടറിനെ ഡിസ്കണക്റ്റ് ചെയ്യാം. കാര്യം എന്തെന്നാൽ ഈ AI കമ്പ്യൂട്ടർ തെറ്റായ ഇൻഫർമേഷനാണ് ഇവർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് മാനുവലി ഈ സ്പേസ് ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്ത് ജൂപ്പിറ്ററിലേക്ക് പോകാം. ഇവർ പറയുന്നത് എന്താണെന്ന് ആ AI കമ്പ്യൂട്ടറിനെ കേൾക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇവരുടെ ലിപ് മൂവ്മെൻറ്റ് വഴി HAL 9000 ഇത് മനസ്സിലാക്കുന്നു. ഈ വിവരം ഫ്രാങ്കും ഡേവിഡിനും അറിയില്ലായിരുന്നു. അങ്ങനെ ഫ്രാങ്ക് സ്പേസ് സ്യൂട്ട് ധരിച്ച് ഈ സ്പേസ് പാഡ് വഴി ആൻറ്റിനയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ സ്പേസ് പാഡിലെ ഹാൻഡ് ഫ്രാങ്കിൻ്റെ ഓക്സിജൻ വാൽവ് ഡിസ്കണക്റ്റ് ആക്കുന്നു. അങ്ങനെ ഫ്രാങ്ക് സ്പേസിൽ വെച്ച് മരിക്കുന്നു. ഇത് കണ്ട ഡേവിഡ് മറ്റൊരു സ്പേസ് പാഡിൽ ചെന്ന് ഫ്രാങ്കിനെ പിടിക്കുന്നു. ആ സമയം സ്പേസ് ഷിപ്പിൽ എന്തോ ഒരു എറർ മൂലം ഹൈബർനേഷൻ ചേംബറിൽ ഉറങ്ങുന്നവർ മരിച്ചു പോകുന്നു. അങ്ങനെ ഡേവിഡ് ഫ്രാങ്കിൻ്റെ ബോഡി എടുത്തുകൊണ്ട് സ്പേസ് ഷിപ്പിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് HAL 9000 എന്ന AI കമ്പ്യൂട്ടറിനോട് സ്പേസ് ഷിപ്പിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറയുന്നു. പക്ഷേ ഡോർ ഓപ്പൺ ആക്കുന്നില്ല. ഡേവിഡ് HALനോട് എത്ര പറഞ്ഞിട്ടും ആ AI കമ്പ്യൂട്ടർ ഇത് അനുസരിക്കുന്നില്ല. അപ്പോൾ HAL ഡേവിഡിനോട് ഒരു കാര്യം പറയുന്നു. നിങ്ങൾ ആ സ്പേസ് പാഡിലിരുന്ന് പറയുന്നത് നിങ്ങളുടെ ലിപ് മൂവ്മെൻറ്റ് വഴി ഞാൻ ഡീകോഡ് ചെയ്തു. നിങ്ങൾ എന്തിനാണ് എന്നെ ഡിസ്കണക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ ദേഷ്യത്തിൽ HAL 9000 എന്ന AI കമ്പ്യൂട്ടർ ആ ഹൈബർനേഷൻ ചേംബറിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന സയൻറ്റിസ്റ്റുകളെ കൊല്ലുന്നു. അങ്ങനെ ഡേവിഡ് മാനുവലി ഈ സ്പേസ് പാഡ് ഓപ്പറേറ്റ് ചെയ്ത് സ്പേസ് ഷിപ്പിലേക്ക് വരാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരണമെങ്കിൽ ഈ സ്പേസ് പാഡിൻ്റെ ഹാൻഡ് ഉപയോഗിച്ച് വേണം അകത്തേക്ക് കയറാൻ. അങ്ങനെ ഡേവിഡ് ഫ്രാങ്കിൻ്റെ ഡെഡ് ബോഡി സ്പേസിലേക്ക് ഇജക്റ്റ് ചെയ്യുന്നു. ഒരു വിധത്തിൽ സ്പേസ് ഷിപ്പിൽ എത്തുന്നു ഡേവിഡ്. അങ്ങനെ ഡേവിഡ് സ്പേസ് ഷിപ്പിൽ വന്ന് HAL 9000 എന്ന AI കമ്പ്യൂട്ടറിനെ ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പവർ ഹൗസിൽ പോയി HAL 9000 എന്ന് പറയുന്ന AI കമ്പ്യൂട്ടറിനെ ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ സ്പേസ് ഷിപ്പിലെ മോണിറ്ററിൽ ഒരു വീഡിയോ പ്ലേ ആകുന്നു. അതിൽ ഡോക്ടർ ഫ്ലോയിഡ് സംസാരിക്കുകയാണ്. അതായത് ഫ്ലോയിഡ് പറയുന്നത്, നിങ്ങൾ നോർമലി ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കാനല്ല അവിടേക്ക് പോകുന്നത്. വളരെ രഹസ്യമായൊരു ഇൻവെസ്റ്റിഗേഷനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. 18 മാസങ്ങൾക്ക് മുമ്പ് ചന്ദ്രനിൽ 40 അടി ആഴത്തിൽ ഒരു ഏലിയൻ മോണോലിത്ത് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ വയസ്സ് 4 മില്യൺ ഇയേഴ്സാണ്.
അത് തന്നെ ഉണ്ടായതല്ല, അത് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ജീവസമൂഹം സൃഷ്ടിച്ചതാണ്. ഞങ്ങൾ അതിൻ്റെ എടുത്തു ചെന്നപ്പോൾ അതിൽ നിന്ന് പ്രത്യേകതര ഒരു സൗണ്ട് പുറത്തേക്ക് വന്നിരുന്നു. സത്യത്തിൽ അത് ആ മോണോലിത്തിൽ നിന്ന് പുറത്തു വന്ന റേഡിയോ വേവ്സ് ആയിരുന്നു. അത് ചെക്ക് ചെയ്തപ്പോൾ ആ പുറത്തു വന്നത് റേഡിയോ വേവ്സ് ആണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സിഗ്നൽ വരുന്നത് ജൂപ്പിറ്ററിൽ നിന്നാണെന്ന് പിന്നീട് ഞങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടായി. ഈ സിഗ്നൽ ജൂപ്പിറ്ററിൽ നിന്ന് മൂണിലേക്കും മൂണിൽ നിന്ന് ജൂപ്പിറ്ററിലേക്കും പോകുന്നു. അതിനെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഇപ്പോൾ എന്തിന് പ്ലേ ആയി എന്ന് ചോദിച്ചാൽ ഡേവിഡിനോ ഫ്രാങ്കിനോ ഈ മിഷനെ പറ്റി ഒന്നും തന്നെ അറിയില്ല. അവർ ജൂപ്പിറ്ററിൽ എത്തുമ്പോൾ ഈ വീഡിയോ തനിയെ പ്ലേ ആകും. കാരണം HAL 9000 എന്ന AI കമ്പ്യൂട്ടർ ഈ വീഡിയോ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ HAL 9000 ഇപ്പോൾ ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ പ്ലേ ആയത്. അങ്ങനെ ഒരു വിധത്തിൽ ഡേവിഡ് ജൂപ്പിറ്ററിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഡേവിഡ് നോക്കുമ്പോൾ ജൂപ്പിറ്ററിൻ്റെ സർഫസിൽ ഒരു വലിയ ബ്ലാക്ക് കളറുള്ള മോണോലിത്ത് റിവോൾവ് ചെയ്യുന്നു. അങ്ങനെ ഡേവിഡ് സ്പേസ് ഷിപ്പിൽ നിന്ന് ഒരു സ്പേസ് പാഡ് എടുത്ത് ആ മോണോലിത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. പെട്ടെന്ന് ഡേവിഡ് ഒരു വേം ഹോൾ വഴി ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നു. നിരവധി കളേഴ്സ് ഡേവിഡിൻ്റെ മുമ്പിൽ കൂടി പാസ് ചെയ്തു പോകുന്നു. ഇവയെല്ലാം തന്നെ നമ്മുടെ മൾട്ടിവേഴ്സിൽ കാണപ്പെടുന്ന ഗാലക്സികളാണ്. അങ്ങനെ ഡേവിഡ് കണ്ണു തുറക്കുമ്പോൾ ഒരു റൂമിൻ്റെ അകത്താണ്. ഡേവിഡ് വന്ന ആ സ്പേസ് പാഡിൽ നിന്ന് ആ റൂമിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ അതേ കളറുള്ള സ്പേസ് സ്യൂട്ട് ധരിച്ച മറ്റൊരു ഡേവിഡിനെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഡേവിഡ് പ്രായമായിരിക്കുന്നു, ഏകദേശം 40 മുതൽ 50 വയസ്സ് വരെയുണ്ട്. പക്ഷേ പുറത്ത് നിൽക്കുന്ന ആ ഓൾഡ് ഡേവിഡിനെ സ്പേസ് പാഡിൽ ഇരിക്കുന്ന ഈ ഡേവിഡിനെ കാണാൻ കഴിയില്ല. ഇപ്പോൾ ആ വയസ്സായ 40 മുതൽ 50 വയസ്സ് വരെയുള്ള ഡേവിഡ് നോക്കുമ്പോൾ ദൂരെ ഏകദേശം 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന മറ്റൊരു ഡേവിഡ് അവിടെ ഇരിക്കുന്നു. ആ 70 വയസ്സുള്ള ഡേവിഡിനെ ഈ 40 മുതൽ 50 വയസ്സുള്ള ഡേവിഡിനെ കാണാൻ കഴിയില്ല. ഈ 70 വയസ്സുള്ള ഡേവിഡ് നോക്കുമ്പോൾ 90 വയസ്സുള്ള ബെഡിൽ കിടക്കുന്ന ഒരു ബെഡ് റിഡനായിട്ടുള്ള ഡേവിഡിനെ കാണുന്നു. ആ ബെഡിൽ കിടക്കുന്ന 90 വയസ്സുള്ള ഡേവിഡിനെ 70 വയസ്സുള്ള ഡേവിഡിനെയോ 50 വയസ്സുള്ള ഡേവിഡിനെയോ കാണാൻ കഴിയില്ല. അതിന് ബദലായി അയാളുടെ മുമ്പിൽ ഒരു മോണോലിത്തിനെ കാണാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് 90 വയസ്സുള്ള ആ ഡേവിഡ് ഒരു കുഞ്ഞായി മാറുന്നു. ഗർഭാവസ്ഥയിലുള്ള ഒരു കുട്ടിയെപ്പോലെയുണ്ട് ഈ ഡേവിഡിനെ കണ്ടാൽ. ഈ ഡേവിഡിനെ ഈ ബ്ലാക്ക് കളറിലുള്ള മോണോലിത്ത് അട്രാക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടം കൊണ്ട് 2001 എ സ്പേസ് ഓഡിസി എന്ന സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയ്ക്ക് ഒരു എൻഡിങ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് വളരെ ടഫായിട്ടുള്ള പ്രോസസ്സാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു എൻഡിങ് എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ഭൂമിയിൽ മാത്രമല്ല ജീവനുള്ളത്, മറ്റു പല ഗാലക്സികളിലും നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിവിലൈസ്ഡ് ഏലിയൻസ് ഉണ്ട്. നമ്മളെപ്പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മറ്റു മനുഷ്യർ ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഹൈലി സിവിലൈസ്ഡ് ഏലിയൻസ് ഈ മോണോലിത്ത് പല പ്ലാനറ്റുകളിലേക്ക് അയക്കുന്നു. ആ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഏലിയൻസ് മൊത്തത്തിൽ 3 മോണോലിത്തുകൾ പല പ്ലാനറ്റുകളിലായി അയക്കുന്നു. അതിലൊന്നാണ് ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റിലെ ആ വലിയ മോണോലിത്ത്, രണ്ടാമത്തത് ചന്ദ്രനിൽ നിന്ന് 40 അടി താഴ്ചയിലുള്ള മോണോലിത്ത്, അതുപോലെ മൂന്നാമത്തെയാണ് ഭൂമിയിലെത്തിയ ഈ മോണോലിത്ത്. ഏതൊക്കെ പ്ലാനറ്റിൽ ലൈഫ് ഒറിജിനേറ്റ് ആയി എന്ന വിവരം ആ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഏലിയൻസിന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് 3 പ്ലാനറ്റിലേക്കും ഇവർ ഈ മോണോലിത്ത് അയച്ചത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഏലിയൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആണ് ഈ മോണോലിത്ത്. അങ്ങനെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ഈ മോണോലിത്തിൽ ഈ ഏപ്സുകൾ തൊടുകയും പരിണാമം അടുത്ത ഘട്ടത്തിലേക്ക് നടക്കുകയും മനുഷ്യൻ ഇവോൾവായി ടെക്നോളജി ഡെവലപ്പായി ഇൻ്റർപ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ നടത്തുന്ന ലെവലിലേക്ക് സാങ്കേതിക വിദ്യ വളരുന്നു. അങ്ങനെ സയൻറ്റിസ്റ്റുകൾ മോണോലിത്ത് പുറത്തേക്ക് വിടുന്ന സിഗ്നലുകൾ ട്രാക്ക് ചെയ്ത് മൂണിലേക്ക് ചെല്ലുകയും മൂണിലുള്ള മോണോലിത്തിനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ഫ്ലോയിഡ് ഇതിനെ ടച്ച് ചെയ്യുമ്പോൾ മനുഷ്യൻ വീണ്ടും ഇവോൾവ് ആകുന്നു. ടെക്നോളജി ഹൈലി ഡെവലപ്ഡ് ആകുകയും ചെയ്യുന്നു. ഇതിനുള്ള മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് സിനിമയിൽ സംവിധായകൻ നൽകിയിട്ടുണ്ട്. ഡോക്ടർ ഫ്ലോയിഡും സംഘവും മൂണിലായിരിക്കുന്ന ടൈമിൽ ഇവർ യൂസ് ചെയ്യുന്ന ഫുഡുകളൊക്കെ തന്നെ ഫ്ലൂയിഡ് രൂപത്തിലാണ് ഉള്ളത്. പക്ഷേ ഇവർ ഡിസ്കവറി 1 എന്ന സ്പേസ് ഷിപ്പിൽ യൂസ് ചെയ്യുന്ന ഫുഡുകളെല്ലാം സോളിഡ് ഫോമിലാണ് ഉള്ളത്. മാത്രമല്ല ഈ സ്പേസ് ഷിപ്പിൽ ഇവർ HAL 9000 എന്ന AI കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കാണാം. അതായത് 18 മാസം കൊണ്ടാണ് ടെക്നോളജി ഇത്രയും ഡെവലപ്പായത്. അങ്ങനെ മനുഷ്യൻ ഇവോൾവായി 3ാമത്തെ മോണോലിത്തുള്ള ജൂപ്പിറ്ററിൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഡേവിഡ് ആ മോണോലിത്ത് വഴി വേറെ ഒരു ഡയമെൻഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അതായത് ഈ മോണോലിത്ത് ഒരു വേം ഹോളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ വെച്ച് ഡേവിഡ് തൻ്റെ ഓൾഡായിട്ടുള്ള ഡേവിഡിനെ കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് 4ാമതായുള്ളൊരു മോണോലിത്തിനെ കൂടി കാണുന്നു. ആ മോണോലിത്ത് ഡേവിഡിനെ ഒരു ഫീറ്റസായി കൺവേർട്ട് ചെയ്ത് ഒരു ബബിൾ സെറ്റപ്പിനകത്താക്കുന്നു. എന്നിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നു.
ഇതിനെ സൂപ്പർ ഹ്യൂമൻ എന്ന് പറയാം. ഈ സൂപ്പർ ഹ്യൂമൻസ് വളർന്ന് വലുതായാൽ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യനായി തീരും. പിന്നീട് ഭൂമിയിൽ ടൈപ്പ് 3 സിവിലൈസേഷനിലുള്ള മനുഷ്യൻ വളരും. അതായത് ഇവർക്ക് ലൈറ്റിൻ്റെ സ്പീഡിൽ പ്ലാനറ്റ് എക്സ്പ്ലോറേഷൻ നടത്താൻ കഴിയും. അതുപോലെ തന്നെ ജീവൻ സൃഷ്ടിക്കാൻ കഴിയും. ഒരുപക്ഷെ ഈ മോണോലിത്ത് ക്രിയേറ്റ് ചെയ്ത ഏലിയൻ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സൂപ്പർ ഹ്യൂമൻസ് ആയിരിക്കും. ഒരുപക്ഷെ ഡേവിഡ് എത്തിപ്പെട്ടതും ഇവരുടെ അടുത്തായിരിക്കും. ആ ഏലിയൻസ് ചിലപ്പോൾ മറ്റൊരു ഡയമെൻഷനിലായിരിക്കും ഉള്ളത്. ഒരു സിനിമ കാലത്തിനതീതമായി ചർച്ച ചെയ്യുമ്പോഴാണ് ആ സിനിമയെ കൾട്ട് ക്ലാസിക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. പല സംവിധായകരുടെയും ഫേവററ്റ് ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് 2001 എ സ്പേസ് ഒഡിസി. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നോളൻ ഇൻ്റർസ്റ്റെല്ലർ എടുത്തത് തന്നെ ഈ സിനിമയെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ്. ഈ സിനിമയെ ഞാൻ ഒരു പെർഫെക്റ്റ് മൂവിയായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു തരത്തിലുള്ള എററും നമുക്ക് ഈ സിനിമയിൽ കണ്ടെത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് സ്പെഷ്യൽ എഫക്റ്റിനുള്ള ഓസ്കാർ ലഭിക്കുകയുണ്ടായി. ഇത്രയധികം കൾട്ട് ക്ലാസിക്കുകൾ സമ്മാനിച്ചിട്ടുള്ള സ്റ്റാൻലി കുബ്രിക്കിന് ഒരു തവണ പോലും ബെസ്റ്റ് ഡയറക്ടറിനുള്ള ഓസ്കാർ ലഭിച്ചിട്ടില്ല. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഒരു വ്യക്തിക്ക് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് സ്റ്റാൻലി കുബ്രിക്ക്. അദ്ദേഹത്തെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ എന്ന്.